നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ധാരാളം ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ദ ബിഗസ്റ്റ് ബോംബ് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇട്ട പോസ്റ്റാണ്. ഇന്നലെ അൽ നാസറിന് വേണ്ടി ലാസ്റ്റ് മാച്ച് കളിച്ചു എന്നാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. സൗദി പ്രോ ലീഗിലെ ഈ സീസണിലെയും ഗോൾഡൻ ബൂട്ട് വിന്നർ നമ്മൾ നോക്കാനായിട്ടാണ് അൽ നാസറാണ്. പക്ഷേ അൽ നാസറിന് ചാമ്പ്യൻഷിപ്പ് കിട്ടാനായിട്ട് സാധിച്ചില്ല. സോ നമ്മൾ നോക്കാനായിട്ടാണ് അവർ തേർഡ് സ്പോട്ടിലാണ് ഫിനിഷ് ചെയ്തത്. കൂടാതെ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലാസ്റ്റ് ഇയർ ഓഫ് ഹിസ് കോൺട്രാക്റ്റുമാണ് ഇത്. പുതിയ കോൺട്രാക്റ്റ് ആള് എക്സ്റ്റെൻഡ് ചെയ്യുമെന്ന് വാർത്തകൾ നേരത്തെ വന്നെങ്കിലും ഇതുവരെ ആൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. സോ ഇപ്പം ആളുടെ ഇന്നലത്തെ പോസ്റ്റും കൂടെ കാണുമ്പോൾ സ്ഥിരീകരിക്കുന്നത് പുള്ളി മിക്കവാറും അൽ നാസർ വിടുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. സോ ദ ചാപ്റ്റർ ഈസ് ഓവർ എന്നുള്ള രീതിയിലാണ് ആൾ പോസ്റ്റ് ചെയ്തത്. പക്ഷേ എനിത്തിങ് ഈസ് പോസിബിൾ. മേ ബി സീസൺ എൻഡ് ചെയ്തതിൻ്റെ ചാപ്റ്റർ ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫാബ്രിസിയോ ആണെങ്കിലും മറ്റും ഒന്നും ആൾ പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നുള്ള കാര്യം ഒന്നും കൺഫേം ആക്കിയിട്ടില്ല. സോ ആൾക്ക് പല പ്രപ്പോസൽസും ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമുകൾ വിട്ടതായിട്ടും റൂമറുകൾ കേൾക്കുന്നുണ്ട്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി പ്രോ ലീഗ് നിൽക്കുകയോ ഇല്ലയോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? എസ്പെഷ്യലി ലാസ്റ്റ് കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു ആളുടെ അൽ നാസർ ഫാൻസിന്റെ ചില ജസ്റ്റേഴ്സ് ടുവേർഡ്സും ദേ ഡോണ്ട് ഡിസേർവ് എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലുള്ള ഒരു ജസ്റ്ററൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ പോലത്തെ ഒരു പ്ലെയർ നിങ്ങളുടെ സൗദി പ്രോ ലീഗിനെ ഇതാക്കിയ പ്ലെയർ ആണ്. സോ അൽ നാസറിൽ സ്റ്റിൽ ബ്രോ ഹീ ഈസ് ദ ടോപ്പ് സ്കോറർ. ഈ ഒരു പ്രായത്തിന് പുള്ളിനെ അവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഗോൾ അടിക്കാനാണ്, അത് പുള്ളി അവിടെ ചെയ്യുന്നുമുണ്ട്. സോ സ്റ്റിൽ എനി ക്ലബ്സ് ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അൽ ഹിലാൽ റൂമറുകൾ കേൾക്കുന്നുണ്ട്, കൂടാതെ ബ്രസീലിൽ നിന്ന് കേൾക്കുന്നുണ്ട്, ഈവൻ പോർച്ചുഗീസ് ലീഗിലെ ക്ലബ്ബുകൾ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ ചില റൂമറുകൾ വരുന്നുണ്ട്. സോ ക്രിസ്ത്യാനോ റൊണാൾഡോ നിൽക്കുമോ ഇല്ലയോ, അതാണ് ഇപ്പോഴത്തെ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങൾ പറയുക. സോ അവിടുന്ന് നമ്മൾ കുറച്ച് അപ്ഡേറ്റ്സിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ യൂറോപ്യൻ അപ്ഡേറ്റ്സിലോട്ട് വരാനായിട്ടാണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ന്യൂസ് ഇന്നലെ വന്നത് എന്നാന്ന് വെച്ചാൽ പ്ലെറ്റൻബർഗാണ് റിപ്പോർട്ട് ചെയ്ത് ഗ്യാക്പോ ഡീലിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബയൺ മ്യൂണിക്ക് എൻട്രി ചെയ്യുന്നു എന്നാണ്. കാരണം 26 വയസ്സായ കോഡി ഗ്യാക്പോ നമുക്കറിയാം ഈ സീസണിലെ ലിവർപൂളിന്റെ ഇന്റഗ്രൽ മോസാല കഴിഞ്ഞ ടീമിലെ ഏറ്റവും പ്രോളിഫിക് സ്കോറായിരുന്നു പുള്ളി. സോ താരത്തിന്മേൽ ബയൺ മ്യൂണിക്കിന് ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് കേൾക്കുന്നത്. സോ ഫ്ലോറിയൻ വിറ്റ്സിനെ കൈവിട്ട സ്ഥിതിക്ക് അവരുടെ മെയിൻ ടാർഗറ്റിൽ ഒന്നായി ഗ്യാക്പോ മാറിയെന്നാണ് ഇപ്പം ഫ്ലോറിയൻ പ്ലെറ്റൻബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. സോ താരവുമായിട്ട് ടോക്സ് നടത്താനായിട്ടും ലിവർപൂളുമായിട്ട് ഒരു പ്രപ്പോസൽ വിടാനായിട്ടും ഈ ആഴ്ചകളിൽ ബയൺ മ്യൂണിക്ക് തുടങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ലിവർപൂൾ ഗ്യാക്പോനെ റൈറ്റ് പ്രൈസിന് സെല്ല് ചെയ്യുമോ? കാരണം ലിവർപൂളിന്റെ അപ്ഡേറ്റിലൂടെ വരുമ്പോൾ ലിവർപൂൾ ഒരു സ്ട്രൈക്കറിനെ നോക്കുന്നുണ്ട്, പക്ഷെ അതിന് സെയിൽസ് വേണമെന്നാണ് ഫാബ്രിസിയോ ഉൾപ്പെടെയും ഡേവിഡ് ഓൺസ്റ്റീനും എല്ലാം കൺഫേം ചെയ്യുന്നത്. സോ മെയിൻലി ഡാർവിൻ ന്യൂനസിന്റെ സെയിൽ നടന്നാലായിരിക്കും ഒരു സ്ട്രൈക്കർ ഡീലിൽ ലിവർപൂൾ എൻട്രി ചെയ്യാൻ പോകാമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഗ്യാപ്പ് അവർ സെല് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഒരു പ്ലെയർ അല്ല, പക്ഷേ മേ ബി റൈറ്റ് പ്രൈസ് കിട്ടുവാണെങ്കിൽ സെല് ചെയ്യാനായിട്ടുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല. എസ്പെഷ്യലി വിറ്റ്സ് പോലത്തെ പ്ലെയർ. നമുക്കറിയാം വിറ്റ്സും ഗ്യാക്പോ ലെഫ്റ്റിൽ നിന്ന് ഇൻവേർട്ട് ചെയ്ത് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്ലെയറാണ്. ഫ്ലോറിൻ വിറ്റ്സ് എക്സാക്ട്ലി സിമിലർ പ്രൊഫൈലുമാണ്. സോ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവാതിരിക്കാൻ മേ ബി ഗ്യാക്പോനെ വിടുവോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. മേ ബി റൈറ്റ് പ്രൈസ് വരുവാണെങ്കിൽ ലിവർപൂൾ വിടുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ അവിടുന്ന് ബാർസലോണ ഫാൻസിന് ഒരു പോസിറ്റീവായിട്ടുള്ള അപ്ഡേറ്റ്. യമാൽ 2031 വരെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള എവരിത്തിങ് ഈസ് അഗ്രീഡ്, എവരിത്തിങ് ഈസ് ഡൺ. ഒരു സൈനിങ്ങോടെ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. സോ ആൾ തേർഡ് ഹയസ്റ്റ് ഏണർ ആവും ബാർസലോണ സ്ക്വാഡിലെ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സോ 15 മുതൽ 20 മില്യൺ ഇടയ്ക്കൊരു എമൗണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ അവിടുന്ന് നമ്മൾ ഇപ്പം ലിവർപൂളിന്റെ സ്ട്രൈക്കറിന്റെ കാര്യം പറഞ്ഞു. ലിവർപൂളിന്റെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ടാർഗറ്റ്സ് ആണ് ഡാർവിൻ ന്യൂനസ് പോയ ഹ്യൂഗോ എക്കറ്റൊക്കെ. നമുക്കറിയാം ഫ്രാങ്ക്ഫുട്ടിന്റെ സ്ട്രൈക്കർ ഈ സീസണിൽ ഓവറോൾ 22 ഗോളും 12 അസിസ്റ്റും ഉണ്ട് ആൾക്ക്. പക്ഷേ ആൾക്ക് ആസ്ക് ചെയ്യുന്ന പ്രൈസ് ഭയങ്കര ഹ്യൂജ് ആണ്. 100 മില്യൺ യൂറോസിൽ കുറഞ്ഞൊരു നെഗോസിയേഷന് ഫ്രാങ്ക്ഫുട്ട് റെഡി അല്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ ഇപ്പം വരുന്ന റൂമറുകൾ ശരിയാണെങ്കിൽ ചെൽസി ആ ഡീൽ എൻട്രാ എന്നാണ് വാർത്തകൾ വരുന്നത്. ലിവർപൂൾ ഇൻട്രസ്റ്റഡ് ആണ്, ബട്ട് ചെൽസി ഇപ്പം സീരിയസ്ലി ഹ്യൂഗോ എക്കറ്റിക്കിനെ കൺസിഡർ ചെയ്യുന്നു ഫോർ ദാറ്റ് 100 മില്യൺ എന്നല്ല കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ 100 മില്യന് കുറച്ച് എക്കറ്റിക്ക് കൊടുക്കത്തില്ല എന്നുള്ള ഒരേ വാശിയിലാണ് ഫ്രാങ്ക്ഫുട്ട് ബോസ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ 84 മില്യൺ പൗണ്ട്സ് ടോട്ടൽ ഒരു 100 മില്യൺ യൂറോസിന്റെ പാക്കേജ്, അതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്ന എക്കറ്റിക്ക്. സോ പുള്ളി വേർത്തിട്ടാണ്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ 100 മില്യൺ ഒക്കെ ഇറക്കാനായിട്ടുണ്ട് ഹ്യൂഗോ എക്കറ്റിക്കയിലും ബെറ്റർ ആയിട്ടുള്ള ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. ഐ തിങ്ക് എക്കറ്റിക്ക് നല്ലൊരു പ്ലെയർ ആണ്, പക്ഷേ പ്രീമിയർ ലീഗിന്റെ ഫിസിക്കാലിറ്റി ആയിട്ട് ഇത് ചെയ്യുക അഡാപ്റ്റ് ചെയ്യുന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എസ്പെഷ്യലി പുള്ളി ടെക്നിക്കലി സൂപ്പറാണ്. ഈവൻ ദോ പുള്ളിക്ക് നല്ല ഹൈറ്റും മറ്റും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പലപ്പോഴും ഫിസിക്കലി പുള്ളി അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. മെയിൻലി ടെക്നിക്കലി ഭയങ്കര ഗിഫ്റ്റഡാണ്. ഈ സോ ഗുഡ് ടെക്നിക്കലി. സോ ഈ 100 മില്യൺ ടു മച്ച് പോലെയാണ് തോന്നുന്നത്. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? 100 മില്യൺ റൈറ്റ് പ്രൈസ് ആണ് ഫോർ എക്കറ്റിക്ക്? ഫോർ മീ ഒരു 50-60 മില്യൺ മേക്ക് സെൻസ്, ബട്ട് 100 മില്യൺ. അവിടെ നമ്മൾ ആൻസറോട്ടിയുടെ ഒരു റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ ആൻസറോട്ടി ബ്രസീലിന്റെ ഒഫീഷ്യൽ കോച്ചായിട്ട് എന്നാ പറയുക പ്രസന്റ് ചെയ്തിരിക്കുകയാണ്. സോ 2026 വേൾഡ് കപ്പ് വരെ ആയിരിക്കും ആൻസലോട്ടി ബ്രസീലിന്റെ കോച്ചായി നിൽക്കുക.
സോ അവിടെ നമ്മൾ അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ ഇഡ്രിസ ഗെയ്ൻ നമുക്കറിയാം എവർട്ടന്റെ പ്ലെയർ, പുള്ളി ഈ സീസൺ ഫ്രീ ഏജന്റ് ആണ്. പുള്ളിനെ പാരീസ് FC നോക്കുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെൽസി ഡെലാപ് ഡീലും ഇപ്പം എക്കറ്റിക്കയോടൊപ്പം തന്നെ ഡെലാപ് ഡീലും അവെയർ ആണെന്ന് കേൾക്കുന്നുണ്ട്. സോ ചെൽസിയുടെ അപ്ഡേറ്റിലോട്ട് വരുമ്പോഴേക്കും ചെൽസി കുറച്ച് ഒരു സ്ട്രൈക്കറിനെ ഭയങ്കര പ്രയോറിറ്റി ആയിട്ടാണ് ഈ സീസൺ കാണുന്നത്. അതുപോലെ തന്നെ ഒരു സെൻട്രൽ ബാക്കും പ്രയോറിറ്റി ആണെന്ന് കേൾക്കുന്നുണ്ട്. ഡെലാപ്പിന്റെ കാര്യം വരുമ്പോൾ ഡെലാപ്പ് ന്യൂകാസിൽ, എവർട്ടൺ, മാൻ യുണൈറ്റഡ്, ചെൽസി ഈ 4 ക്ലബ്സുമായിട്ടും ടോക്സ് നടത്തിയെന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ദ റൈറ്റ് പ്രോജക്റ്റ് പുള്ളി സെലക്ട് ചെയ്യും. ഇതിലെ എവർട്ടൺ ആണ് പുള്ളിക്ക് ഗ്യാരണ്ടീഡ് സ്റ്റാർട്ടിങ്ങിലോട് കൊടുത്തതെന്ന് പറഞ്ഞ റൂമറുകൾ വരുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും കോമ്പറ്റീഷൻ കാണും എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. സോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഡെലാപ്പിൽ സീരിയസ്ലി ഇൻട്രസ്റ്റഡ് ആണ്. ബട്ട് ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ചെൽസിക്ക് ന്യൂകാസിലിനുള്ള ഡെലാപ്പിനെ അട്രാക്ട് ചെയ്യുന്നു എന്ന് വാർത്തകൾ വരുന്നുണ്ട്. ലെറ്റ്സി. എനിക്കിപ്പോഴും തോന്നുന്നത് സ്ലൈറ്റ് ഫേവറേറ്റ്സ് മാൻ യുണൈറ്റഡ് തന്നെ ഞാൻ പറയും. കാരണം എനിക്കൊന്ന് ചെൽസി മറ്റു ടാർഗറ്റിലോട്ട് പോകാം. ന്യൂകാസിൽ ഇവന്തോ ചാമ്പ്യൻസ് ലീഗ് ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കറിയാം മാൻ യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രോസ്പെക്റ്റ് അവിടെ ഉണ്ട്. സോ നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. സോ അവിടുന്ന് മാൻ യുണൈറ്റഡിന്റെ കാര്യത്തിൽ നിൽക്കുമ്പം മാൻ യുണൈറ്റഡിൽ 2 അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എംബൂമുമായിട്ടും അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണ് 8 ന്യൂറി വൂൾസിന്റെ ഫുൾ ബാക്കായ 8 ന്യൂറി, അതുപോലെ തന്നെ ബ്രെൻഫോർഡിന്റെ സ്ട്രൈക്കറായ എംബൂമയായിട്ട് ടോക്സ് നടത്തിയെന്ന് പറഞ്ഞ് റിപ്പോർട്ടുകൾ വളരെ സ്ട്രോങ്ലി വരുന്നുണ്ട്. ക്രിസ് വീലറാണ് എംബൂമയുടെ കാര്യം പറഞ്ഞത്. അതേസമയത്ത് 8 ന്യൂറിയുടെ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫാബ്രിസിയോ റൊമാനോ ആണ്. സോ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ 2 ഡീൽസിനെ കുറിച്ച് അറിയാനായിട്ട് ടോക്സ് നടത്തിയെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അവിടുന്ന് മറ്റൊരു അപ്ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ ഇൻസാഗിയുടെ അപ്ഡേറ്റ് ആണ്. സിമിയോണി ഇൻസാഗി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്റർ മിലാന്റെ കോച്ച്. ആൾക്ക് 2026 വരെ കോൺട്രാക്ട് ഉണ്ട്. സോ സംഭവം കൺഫേംഡ് ആണ്. ആളോട് ഇതിനെക്കുറിച്ച് ഇന്നലെ പ്രസ് കോൺഫറൻസിൽ ചോദിക്കുകയും ചെയ്തു. സോ സംഭവം എന്നാന്ന് വെച്ചാൽ 100 മില്യന്റെ ഒരു ഓഫർ, 2 വർഷം കൊണ്ട് 100 മില്യൺ യൂറോസ് ഏൺ ചെയ്യത്തക്ക രീതിയിൽ ഒരു വമ്പൻ ഓഫർ അൽ ഹിലാൽ പുള്ളിയുടെ ഫ്രണ്ടിൽ പ്രസന്റ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. സോ റെക്കോർഡായിരിക്കും ഫോർ എ കോച്ച്. 2026 വരെ കോൺട്രാക്ട് ഉണ്ട്. ഒരു 2 ഇയർ എക്സ്റ്റൻഷൻ കോൺട്രാക്ട് ഇപ്പോൾ ഇന്റർ ഓൾറെഡി ടേബിളിൽ വെച്ചു എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പക്ഷേ ഇൻസാഗി ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഫൈനലിന് ശേഷമായിരിക്കും ആൾ ഡിസൈഡ് ചെയ്യാമെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഇൻസാഗി ഇതുവരെ അൽ ഹിലാലിനെ റിജക്ട് ചെയ്തിട്ടുമില്ല. സോ ഹീസ് കൺസിഡറിങ് ദാറ്റ് എന്ന് സ്ട്രോങ് ആയിട്ട് റിലയബിൾ സോഴ്സുകളിൽ നിന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ 100 മില്യൺ 2 ഇയേഴ്സ്. വാട്ട് ഡു യു തിങ്ക്? അൽ ഹിലാൽ കൊത്തുവാണെങ്കിൽ 1.5 കൊത്തായിരിക്കും. കാരണം യൂറോപ്പിലെ എല്ലാ ടോപ്പ് ടീംസും ഇൻട്രസ്റ്റഡ് ആയിരിക്കും ഇൻസാഗിയിൽ. അങ്ങനെ നിൽക്കുക അൽ ഹിലാലും ഒന്ന് കുത്തിക്കൊണ്ടു പോകാന്ന് പറഞ്ഞാൽ. അവിടുന്ന് മറ്റേ അപ്ഡേറ്റിലോട്ട് പറയാനായിട്ടാണെങ്കിൽ അൻസു ഫാട്ടി മൊണോക്കോ ഡീൽ ഓൾമോസ്റ്റ് ഡൺ ആണ്. സെൽ ലോൺ ക്ലോസിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇനി ഒരു ഡിസ്കഷൻ വേണ്ടെന്നാണ് നിൽക്കുന്നത്. സോ ലോൺ വിത്ത് ആൻ ഓപ്ഷൻ ടു ബൈ ആയിരിക്കും. ആ ഓപ്ഷൻ അവർ എക്സിക്യൂട്ട് ചെയ്യുവാണെങ്കിൽ ഒരു ഫ്യൂച്ചർ സെൽ ലോൺ ക്ലോസും ബാർസ ഡീലിൽ വെക്കുമെന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ സെൽ ലോൺ ക്ലോസിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇനിയും അവശേഷിക്കുന്നതെന്ന് കേൾക്കുന്നു. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പറഞ്ഞിട്ടാണ് ഡേവിഡ് ഡീഗെ നമുക്കറിയാം ഈ സീസണിൽ ഫ്രീ ഏജന്റ് ആണ്. എൻ്റെ ആകുമ്പോഴേക്കും 2025 ജൂൺ 30 ആകുമ്പോഴേക്കും എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സോ താരത്തിന് 2028 വരെ ഫിയോറന്റീന കോൺട്രാക്ട് ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം AS മൊണോക്കോ ഡീൽ എൻ്റർ ആയിരുന്നു. മൊണോക്കോ സീരിയസ്ലി ഡീഗെ ഡീല് പുള്ളിയാൻ നോക്കുവാണെന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സോ ഡീഗെ ഇതുവരെ ഒന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. സോ ലെറ്റ്സ് സീ. ഫിയോറന്റീനയിൽ ഈ സീസൺ 1.5 പ്രകടനമായിരുന്നു ഡീഗെ കാണിച്ചുകൊണ്ടിരുന്നത്. സോ അവിടുന്ന് അടുത്ത അപ്ഡേറ്റിലോട്ട് പോകാനായിട്ടാണെങ്കിൽ മറ്റൊന്നുമല്ല, ആസ്റ്റൺ വില്ല. ഇപ്പം മൊണോക്കോയുടെ കാര്യം പറയാം. ആസ്റ്റൺ വില്ല ലുക്കാസ് ഷെവലിയറിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് വാർത്തകൾ വരുന്നുണ്ട്. താരമായിട്ട് സാഷ ടവലിയർ റിപ്പോർട്ട് ചെയ്ത താരത്തിന്റെ ഏജന്റുമായിട്ടും താരവുമായിട്ടും ആസ്റ്റൺ വില്ല ടോക്സ് നടത്തിയെന്നാണ്. സോ ലുക്കാസ് ഷെവലിയറിനെ അവർ സീരിയസ്ലി നോക്കുന്നുണ്ടെങ്കിൽ എമി മാർട്ടിനസ് വിടുമെന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. സോ എമി മാർട്ടിനസ് സൗദിയിൽ നിന്നും യൂറോപ്പിൽ നിന്നും നല്ല ഓഫറുകൾ ഉണ്ടെന്ന് വാർത്തകൾ വരുന്നുണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ കെവിൻ ഡിബ്രൂനയുടെ ഒരു അപ്ഡേറ്റ് പറയാനായിട്ടാണ്. കെവിൻ ഡിബ്രൂന 23 മില്യൺ പൗണ്ട്സ് 3 വർഷം കൊണ്ട് ഏൺ ചെയ്യത്തക്ക രീതിയിലൊരു കോൺട്രാക്റ്റ് ആണ് നാപ്പൊളി കെവിൻ ഡിബ്രൂനോടൊക്കെ മുമ്പ് വെച്ചിരിക്കുന്നതെന്നാണ് കേൾക്കുന്നത്. സോ നാപ്പൊളി റിയലി കോൺഫിഡൻ്റ് ആണ് കെവിൻ ഡിബ്രൂന അടിയിൽ അവർ പുള്ളി ചെയ്യുമെന്ന്. അതുപോലെ ഫൈനലായിട്ടൊരു അപ്ഡേറ്റ് പറയാനായിട്ടാണെങ്കിൽ കോമോയുടെ ഒരു അപ്ഡേറ്റ് ആണ്. കോമോയും റോമയും മറ്റൊന്നുമല്ല, സെസ് ഫാബ്രിഗാസിന്റെ ഫ്രണ്ടിൽ ഒരു കോൺട്രാക്ട് പ്രൊപ്പോസലുമായിട്ട് റോമ ചെന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ആൻഡ് 100 മില്യൺ യൂറോസിന്റെ ഗ്യാരണ്ടീഡ് എന്നാ പറയുക സമ്മർ ബഡ്ജറ്റും ആളുടെ മുമ്പിൽ കൊടുത്തു. അതായത് 100 മില്യൺ മിനിമം ട്രാൻസ്ഫേഴ്സിൽ ഇറക്കും എന്നുള്ള ഗ്യാരണ്ടി ആളുടെ ഫ്രണ്ടിൽ വെച്ചെന്നും സെസ് ഫാബ്രിഗാസ് അത് കൺസിഡർ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ബട്ട് പുള്ളി കോൺട്രാക്ട് അണ്ടർ കോമോയിലാണ്. സോ കോമോയ്ക്ക് യാതൊരു പ്ലാനും ഇല്ല സെസ് ഫാബ്രിഗാസിനെ വിടാനായിട്ടൊന്നും. മ്യൂച്വലി അഗ്രി ചെയ്ത് ഒരു ഫീസ് അഗ്രി ചെയ്യാനായിട്ടോ മറ്റൊന്നും കോമയ്ക്ക് വിടാനില്ല. സെസ് ഫാബ്രിഗാസ് ആയിട്ട് തുടരാൻ തന്നെയാണ് ഇവിടെ. ബട്ട് റോമയുടെ ആ ഒരു എന്നാ പറയുക പ്രപ്പോസൽ റിയലി ടെൻഡിങ് ആണെന്നും വാർത്തകൾ വരുന്നുണ്ട്. ഇതുവരെ സെസ് ഫാബ്രിഗാസ് അത് റിജക്ട് ചെയ്തിട്ടുമില്ല. സോ വാട്ട് ഡു യു തിങ്ക്? സെസ് ഫാബ്രിഗാസ് റോമയിലോട്ട് ആ നെക്സ്റ്റ് സ്റ്റെപ്പ് എടുക്കണം അതോ കോമയെ തന്നെ തുടരണം? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ?
സോ ഇതൊക്കെയാണ് വരുന്ന അപ്ഡേറ്റുകൾ. ബാർസലോണ ഗോൾ കീപ്പർ സിറ്റുവേഷൻ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്. അതിനെക്കുറിച്ച് കുറേ വാർത്തകൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ ഇടാം, എക്സ്പ്ലെയിനിങ് ബാർസാസ് ഗോൾ കീപ്പർ സിറ്റുവേഷൻ. അതുകൊണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ വൈകിട്ട് തന്നെ ബാർസയുടെ ഗോൾ കീപ്പർ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ഇടാം. സോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ട്, അത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.